നമസ്കാരം, കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് എൻക്വയറി ഉള്ളൊരു വാഹനമാണ് ഫോർഡ് എൻഡേവർ. അപ്പോൾ നമ്മൾ ഫോർഡ് എൻഡേവറിൻ്റെ ബ്ലാക്ക് കളറിൽ 2019 മാനുഫാക്ചറിങ് 19 രജിസ്ട്രേഷനിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത ഒരു അടിപൊളി ഫോർഡ് എൻഡേവർ 2.2 വേരിയൻറ്റിലുള്ള ഓട്ടോമാറ്റിക് വാഹനമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വരുന്ന വാഹനമാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതേപോലെ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫെൻഡറിലേക്ക് വരുമ്പോഴത്തേന് യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ ഒന്നും തന്നെ ഈ വാഹനത്തിൻ്റെ ഈ ഫെൻഡറിൽ ഒന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളുണ്ട്. അതൊക്കെ വണ്ടി ഇപ്പോൾ അതെങ്ങനെയാണോ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഇതൊന്ന് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. ഈ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും സംഭവിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് 2.2 6 സ്പീഡ് ഓട്ടോ എന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പെയിൻ്റ് എല്ലാം ചെക്ക് ചെയ്തതാണ്. യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് ഈ വാഹനത്തിൽ വന്നിട്ടില്ല. ഈ ഒരു ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടില്ല. ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളും ഇല്ല. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഡോട്ടുകളൊക്കെ ഉള്ളൂ. അതൊക്കെ നമ്മൾ പോളിഷിങ്ങിൽ മാറും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഡോറിൽ ചെയ്തിട്ടില്ല. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ പില്ലറിൻ്റെ ഉള്ളിലെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് താഴത്തെയും പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഭംഗി എത്രത്തോളം നമുക്ക് ഈ ക്യാമറയിലൂടെ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡോറിലേക്ക് വരാം. ഈ ഡോറിൽ യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും സംഭവിച്ചിട്ടില്ല, സ്ക്രാച്ചുകളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ പേസ്റ്റിങ് കാണാവുന്നതാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ അത്രയും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഡോർപാടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഈ പില്ലറിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. നമ്മൾ ഈ ബാക്കിൽ ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഇല്ല. കമ്പനി ഒറിജിനൽ പെയിൻറ്റിൻ്റെ ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വരുമ്പോഴത്തേന് നല്ല വ്യക്തമായിട്ട് കാണാം. ഇനി നമ്മൾ ഈ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് പുറകിലത്തെ ടെയിൽ ലൈറ്റുകളിലൊന്നും രണ്ടിലും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ടൈറ്റാനിയം എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഫോർഡ് എൻഡേവറിൻ്റെ വലിയൊരു നെയിം പ്ലേറ്റ് നമുക്കിവിടെ ക്രോം ഫിനിഷിൽ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്നിട്ട് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഒരു കാര്യം പറയാൻ പാടുന്നത്, ഈ വണ്ടിയുടെ യാതൊരു ഭാഗങ്ങളും റീപ്ലേസ്മെൻ്റ് ഇല്ല. ഫ്രണ്ട് വിൻഡ്ഷീൽഡും പുറകിലത്തെ ഗ്ലാസും സൈഡിലത്തെ ഡോറുകളിലെ ഗ്ലാസും ക്വാർട്ടർ ഗ്ലാസുകളും ഉൾപ്പെടെ എല്ലാം കമ്പനി ഒറിജിനൽ ഫോർഡിൻ്റെ 2019 തന്നെ ഗ്ലാസുകളാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് തുറന്ന് കാണാം. നമ്മൾ ഈ ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണുമ്പോൾ അറിയാം ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇവിടുത്തെയൊക്കെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാം. താഴെവശമൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉൾവശത്ത് ഇതിൻ്റെ ജാക്കിയും അതിൻ്റെ ടൂൾസും കാര്യങ്ങളും എല്ലാം ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ പുറകിലും ഇവിടെയും നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോർച്യൂണറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അഡീഷണൽ ആയിട്ട് കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് എൻഡേവറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വശങ്ങളിലേക്ക് പോകാം. ഇത് നമുക്ക് റിമോട്ടിൽ ഓപ്പൺ ക്ലോസ് ചെയ്യാം, നമുക്ക് മാനുവലിൽ അല്ലാതെയും ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഗ്ലാസുകളും എല്ലാം ഒറിജിനൽ കമ്പനി ഗ്ലാസുകൾ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്ന് നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഈ ഡോറിൻ്റെയും ഉൾവശത്തേക്ക് വരുമ്പോൾ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നോർമലി നമ്മൾ മലയാളികൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഒന്നും കൂടെ വൃത്തിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇത് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം.
ഇനി നമുക്ക് അടുത്ത ഡോറിലേക്ക് പോകാം. ഈ ഡോറിൻ്റെ പുറവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് കാണാം. ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാഡുകളും സ്വിച്ചുകളും ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഇതിൽ സംഭവിച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഒരു ഡോറിലേക്ക് വരുമ്പോൾ ഇതിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുമ്പോഴത്തേന് വണ്ടി ടോപ്പ് ക്ലാസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഫോർഡിൻ്റെ വലിയൊരു ബാഡ്ജിങ് കാണാം. ഈ ഗ്രില്ല് മാറിയപ്പോഴത്തേനും വന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ വണ്ടി ഓപ്പൺ ക്ലോസ് ചെയ്യുമ്പോഴത്തേന് ലൈറ്റ് കത്തും. LED ലൈറ്റുകൾ അതിനകത്ത് വരും. ഹെഡ്ലൈറ്റിലാണെങ്കിലും ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഓൾ ഒറിജിനൽ ആയിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലാത്ത റീപെയിൻറ്റ് ഒന്നുമില്ലാത്ത ഒരു ഫോർഡ് എൻഡേവർ ആണ് ഈ വാഹനം. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് എൻജിൻ റൂമും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ടും ഒന്ന് കേൾക്കാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് എത്രയും വൃത്തിയിലാണ് ഈ വാഹനം സൂക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഈ ബോണറ്റ് കാണുമ്പോഴത്തേന് മനസ്സിലാവും. ഈ എൻജിൻ റൂമും ഒക്കെ അതുപോലെ ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാം. 1 വർഷം പഴക്കമുള്ള ഒരു ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. പിന്നെ എൻജിൻ റൂമിനകത്ത് വേറെ ഓയിൽ ലീക്കേജോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാഗങ്ങളിൽ ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ ഈ ഫെൻഡറുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ നട്ടുകൾ ബോണറ്റിൻ്റെ നട്ടുകൾ നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കുമ്പോഴത്തേന് നമുക്ക് ഇതിലൊന്നും ഒരു വർക്കും ചെയ്തതിൻ്റെ യാതൊരു സിംറ്റംസും കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും വണ്ടി എത്ര ക്വിക്കായിട്ടാണ്, പെട്ടെന്നാണ് വണ്ടി ഒരു കറക്കത്തിൻ്റെതായ ഒരു സൗണ്ട് പോലും ഇല്ല. പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ട്. വണ്ടിയിലെങ്ങും ഒരു എക്സ്ട്രാ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സൈലൻറ്റ്. നമ്മൾ ഫോർച്യൂണറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു റിഫൈൻ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ടൊയോട്ട കുറവാണെന്നല്ല പറയുന്നത്, രണ്ടും രണ്ട് തന്നെയാണ്. പിന്നെ അതിലും ഇച്ചിരി കൂടെ സൗണ്ട് സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ടാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം എത്രയും മനോഹരമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളിത് നേരിട്ട് കണ്ടാലേ അതിൻ്റെ ആ ഒരു വൃത്തി മനസ്സിലാകത്തുള്ളൂ. അത്രയും ക്ലീൻ കണ്ടീഷനിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സൂക്ഷിച്ചിട്ടുള്ളത്. സ്റ്റിയറിങ്ങുകളിലോ അതിൻ്റെ സ്വിച്ചുകളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഈ വാഹനം പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. പിന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ബീജ് കളറിലുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഇതിൽ വരുന്നത്. സീറ്റ് കവേഴ്സൊക്കെ കമ്പനി ഒറിജിനൽ സീറ്റ് കവേഴ്സ് ആണ് കിടക്കുന്നത്. മേളിലോട്ട് വരുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു ഹാഫ് കണ്ടിട്ട് ഇൻറ്റീരിയറിൻ്റെ ഹാഫ് തൊട്ട് മേളിലോട്ട് ഫുള്ള് ബ്ലാക്ക് ഫിനിഷിലുമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പുറകെ നിര സീറ്റുകൾ കാണാം. പുറകെ നിര സീറ്റുകളിലേക്ക് വരുമ്പോൾ ഇതും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജും ഇതിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും വന്നിട്ടില്ല. നമുക്ക് AC പുറകെ നിര സീറ്റുകളിലെ AC അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ ഈ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു ചാർജർ വരുന്നുണ്ട്. ഇതിലത്തെ നിര സീറ്റുകൾ യാതൊരു രീതിയിലും ഉപയോഗിച്ചിട്ടില്ല, അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് AC പുറകിലത്തേക്ക് ഏറ്റവും പുറകിലത്തെ നിരക്കുള്ള AC വെൻറ്റുകളും ഒക്കെ നമുക്ക് കാണാം. ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാതെ എത്രയും വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. സൺറൂഫും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലും യാതൊരു വിധത്തിലുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നോർമലി മറ്റു വാഹനങ്ങളിലൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പൊടിയൊക്കെ കയറി ഇരുന്നിട്ട് ഇതിൻ്റെ
സൺറൂഫിനകത്തു നിന്നൊക്കെ സൗണ്ട് വരാറുണ്ട്, ചെറിയ സൗണ്ട്. പക്ഷേ ഇതിൽ യാതൊരു വിധത്തിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളുമില്ല. നമുക്ക് ഈ സെൻട്രൽ കൺസോളൊക്കെ കാണുമ്പോൾ വണ്ടിയുടെ ആ ഒരു വൃത്തി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ആദ്യം തന്നെ പറയേണ്ടത് ഇതിൻ്റെ അലോയ്സ് ആണ്. ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ ഇതിൽ യോക്കോഹാമയുടെ 4 ടയറുകളാണ്. ഏകദേശം 75% മുകളിൽ ഒരു 80%-ഓളമുള്ള 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റെപ്പിനി നിങ്ങളെ കാണിക്കാനായിട്ട് യാതൊരു മാർഗവും ഞാൻ കാണുന്നില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ അടിയിലൊക്കെ കയറി കൈകുത്തി നിന്നൊക്കെ നോക്കി. സംഭവം ഫുള്ളാണ്. അത് ഫുള്ള് ത്രെഡുള്ള ഒരു സ്റ്റെപ്പിനി ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബാക്കി ടയറുകളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാം ഒരേ സീരീസിലുള്ള യോക്കോഹാമയുടെ ടയറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാണ് പറഞ്ഞത്, വണ്ടി നമ്മൾ അൺലോക്ക് ചെയ്ത് ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു LED ലൈറ്റ് വരും. ഇവിടുത്തെ ഡേ ടൈം റണ്ണിങ് ലൈറ്റും ഓൺ ആവും. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാം. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 2.2 6 സ്പീഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള ഫോർഡ് എൻഡേവർ ആണ്. ബ്ലാക്ക് കളർ വണ്ടികൾക്ക് നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ക്വാളിറ്റിയുള്ള വാഹനം നോക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനത്തിന് വേണ്ടിയിട്ട് നമ്മളെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 24,50,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റാണ്. അപ്പം ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ ടൊയോട്ടയുടെ വണ്ടികൾ, പ്രീമിയം വണ്ടികൾ, ചെറിയ വണ്ടികൾ ഉൾപ്പെടെ എല്ലാ കാറ്റഗറിയിലുള്ള വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ടൊയോട്ടയുടെ കുറച്ച് വാഹനങ്ങൾ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. നല്ല വണ്ടികൾ, ഇന്നോവ, എത്തിയോസ്, ലീവ അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ വളരെ ചുരുക്കമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണ് എങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പറ്റി അവരോട് പറയുക. നമ്മളുടെ ചാനലിൽ അവർക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളൊരു വാഹനം എടുത്ത് ഡൽഹിയിൽ നിന്ന് വാഹനം എടുത്ത് നാട്ടിൽ കൊണ്ടുപോയി അത് രജിസ്റ്റർ ചെയ്യുന്നിടം വരെ എന്തെല്ലാം കാര്യങ്ങൾ ഡൽഹിയിൽ നിന്ന് ചെയ്തു തരാനുണ്ടോ അതെല്ലാം 100% ഉത്തരവാദിത്വത്തോടെ നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇതിലും കിഡിലിനൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.